കണ്ണൂർ കൊട്ടിയൂരിൽ ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടതോടെ 3.5 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊട്ടിയൂർ അമ്പായത്തോട്ടിലെ 3.5 വയസ്സുകാരൻ പ്രജുലാണ് മരിച്ചത്. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് 50 മിനിറ്റോളം വൈകിയെന്ന് ആംബുലൻസ് ഡ്രൈവർ 24-നോട് പറഞ്ഞു. അരുൺ ഭൂപ്പറമ്പയുടെ വിവരങ്ങളുമായി. അരുൺ, സങ്കടകരമായ വാർത്തയാണ്. ഈ കൊട്ടിയൂരിലും സമീപ പ്രദേശങ്ങളിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് എന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം പലരുടെയും പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും മണിക്കൂറുകളിലും കാണുന്നുണ്ട്. അവിടെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയം കൂടിയാണ്. ബദൽ മാർഗങ്ങളോ ക്രമീകരണങ്ങളോ ഇല്ലേ? ഗോകുൽ, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ കൂടി അതിന്റെ ഭാഗമായി നഷ്ടമാകുന്നു എന്നതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഉച്ചക്ക് 12 മണിയോടെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഈ ആംബുലൻസ് ഡ്രൈവർ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഏകദേശം 11 മണിയോടെയാണ് ഇവർക്ക് ഈ കോൾ ലഭിക്കുന്നത്. കൊട്ടിയൂരിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെ ഓടുന്ന ഒരു ആംബുലൻസ് ആണ്, 108 ആംബുലൻസ് ആണ്. അവർക്ക് അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നു. അതിനെ തുടർന്ന് അവർ ഈ അമ്പായത്തോട് എന്ന് പറയുന്നത് കൊട്ടിയൂർ ക്ഷേത്രവും കഴിഞ്ഞ് പാൽച്ചുരത്തോട് ചേർന്ന ഭാഗത്താണ് ഈ അമ്പായത്തോട് ഇവരുടെ വീടുള്ളത്. അങ്ങോട്ട് ഇവർ പെട്ടെന്ന് തന്നെ പുറപ്പെടുന്നു. പക്ഷേ രൂക്ഷമായ ഗതാഗത കുരുക്കാണ്. നിരവധി വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ വരിയായി ഇങ്ങനെ നിൽക്കുകയാണ്. പരമാവധി ഇവർ അതിൽ ഇടയിലൂടെ പോകാൻ ശ്രമിച്ചു. നാട്ടുകാരൊക്കെ അതിൽ സഹായിച്ചു. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സഹായിച്ചു. പക്ഷേ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഏകദേശം 50 മിനിറ്റോളം വൈകി. അതായത് സാധാരണ നിലയിൽ ഇവർ ആംബുലൻസ് 7 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ സമയം കൊണ്ട് ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തേണ്ടതാണ്. അത് 55 മിനിറ്റ് എടുത്തു അവരുടെ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി. അവിടെ നിന്ന് കുട്ടിയെ ഇവരെടുത്ത് പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടത്. പാൽച്ചുരം കടന്നു വേണം പോകാൻ. പാൽച്ചുരത്തിലും രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായി. 20 മിനിറ്റ് 15-20 മിനിറ്റ് കൊണ്ടൊക്കെ അവർ ഓടിയെത്തുന്നതാണ്. പക്ഷേ 45-50 മിനിറ്റോളം എടുത്തു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്താൻ എന്നതാണ് ആംബുലൻസ് ഡ്രൈവർ നമ്മോട് പ്രതികരിച്ചത്. അതിലും പ്രധാനപ്പെട്ട കാര്യം, അവിടെ എത്തിയതിനു ശേഷം ഡോക്ടർ പറഞ്ഞത് അല്പം നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു എന്നതാണ്. കടുത്ത പനിയെ തുടർന്നാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ജന്മന തലച്ചോറിന് അസുഖമുള്ള കുട്ടി കൂടിയാണ്. അത്തരം നിരന്തരമായി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടി കൂടിയാണ്. കൊട്ടിയൂരിലെ ആശുപത്രിയിലും മാനന്തവാടിയിലൊക്കെ ആയിട്ടാണ് ഈ കുട്ടിയെ കാണിക്കാറ്. കൊട്ടിയൂരിലെ ആശുപത്രിയിലേക്ക് ഒട്ടും പോകാൻ വയ്യാത്ത, അതായത് കൊട്ടിയൂരിലെ ആശുപത്രിയിൽ എത്താൻ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഈ രൂക്ഷമായ ഗതാഗത കുരുക്കിനെ തുടർന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെയാണ് മാനന്തവാടിയിലേക്ക് പോയത്. ഇന്നും ഇന്നലെയും ഒക്കെയായി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ കിലോമീറ്ററോളം, 10 കിലോമീറ്ററോളം ഒക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി, വിമർശനമായി വരുന്നത് ഇതിൽ മുന്നൊരുക്കം ഉണ്ടായില്ല. അതായത് നേരത്തെ തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൊക്കെ യോഗങ്ങളൊക്കെ വിളിച്ച് അവിടെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതാണ്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായില്ല. പ്രധാനമായും ഈ ക്ഷേത്രത്തിന് സമീപമുള്ള പാർക്കിംഗിന് വേണ്ട സൗകര്യം ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയില്ല എന്ന രൂക്ഷമായ വിമർശനം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്.